റെക്കോർഡ് നിങ്ങൾ ചെയ്യണ്ടാവുമല്ലോ അല്ലേ? അത് അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഇൻഷാ അള്ളാ. ഇന്നലെ ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മളിപ്പോ ദുറൂസാണല്ലോ എടുത്തത് അല്ലേ? അതെ സാർ. അപ്പൊ നമുക്ക് പിന്നെ ഇൻഷാ അള്ളാ താരീഖ് എടുക്കാം ഫസ്റ്റ് ആയിട്ട്. ആയിക്കോട്ടെ സാർ. മക്കൾ ഇന്ന് താരീഖിന്റെ ബുക്ക് എടുത്തിട്ട് വരും. എല്ലാവരും പാടൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? പാഠഭാഗങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും വിചാരിക്കുന്നു അല്ലേ? താരീഖ് നമുക്ക് എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെട്ട വിഷയം കൂടിയാണ് അല്ലെ? ഇഷ്ടപ്പെട്ട് പഠിച്ചാല് നല്ല മാർക്ക് വാങ്ങാനും ഒക്കെ പറ്റുന്ന വിഷയമാണ്. നമ്മൾ കുറച്ച് വർഷങ്ങളും പേരുകളും ഒക്കെ ഉള്ള കുറെ ഉണ്ടാവും. പക്ഷെ നമ്മൾ നല്ല ചരിത്രം മനസ്സിലാക്കി പഠിച്ചാല് ഒക്കെ നമുക്ക് ഇങ്ങനെ കാണാപ്പാടെ പഠിക്കാതെ തന്നെ നമുക്കതൊക്കെ കുറെ കാര്യങ്ങളൊക്കെ നമുക്കൊക്കെ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മുടെ ചുറ്റുപാടിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. ഒരു പ്രയാസമുള്ള ഒരു വിഷയമൊന്നുമല്ല താരീഖ്. ഇൻഷാ അള്ളാ ഈ ഇതിൽ പറയപ്പെടുന്ന മഹാന്മാരുടെ ഒക്കെ ബർക്കത്ത് കൊണ്ട്, അവിടെയൊക്കെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് ഇതൊക്കെ നല്ല രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കാനും നല്ല ഉന്നത വിജയം നേടാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അവരോടൊക്കെ കൂടെ നാളെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാൻ അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. 21 പാടാണ് താരീഖിലുള്ളത് അല്ലേ? കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഫസ്റ്റത്തെ പാഠം തന്നെ എന്താ പറയുന്നത്? പ്രിയപ്പെട്ട കൊച്ചുമകൻ അല്ലേ? ആരെ പറ്റിയാണ് പറയുന്നത്? പ്രിയപ്പെട്ട കൊച്ചുമകൻ. ആരാണ് ഈ കൊച്ചുമകൻ? പേരക്കുട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടി അല്ലേ? ഹസൻ റളിയല്ലാഹു അൻഹു അല്ലേ? നബിയുടെ പേരക്കുട്ടി, പേരമകൻ. അതായത് നബിയുടെ മകളായ ഫാത്തിമ ബീവിയുടെ മകനായിട്ടുള്ള ഹസൻ റളിയല്ലാഹു അൻഹു അല്ലെ? ആ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബുഹു ഫഅഹിബ്ബഹു അല്ലെ? അല്ലാഹുവേ ഞാൻ ഇവനെ ഇഷ്ടപ്പെടുന്നു, ഇവനെ നീയും ഇഷ്ടപ്പെടണമേ അല്ലെ? ഇവിടുന്ന് ഇപ്പൊ നമുക്ക് ചിലപ്പം ഇത് പൂരിപ്പിക്കാൻ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇതിന്റെ അർത്ഥം എഴുതാനൊക്കെ ഉണ്ടാവാം. അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബുഹു ഫഅഹിബ്ബ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അല്ലാഹുവേ ഞാൻ ഇവനെ ഇഷ്ടപ്പെടുന്നു, ഇവനെ നീയും ഇഷ്ടപ്പെടണമേ അല്ലെ? ഇവൻ ഉദ്ദേശിച്ച നബി ഹസൻ റളിയല്ലാഹു അൻഹുവിനെയാണ്. ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ അല്ലെ ഹിജ്റ 3-ാം വർഷം റമളാനിലായിരുന്നു ഹസൻ റളിയല്ലാഹു അൻഹു മദീനയിൽ ജനിച്ചത് അല്ലെ? 3-ാം വർഷം റമളാനിലാണ് ഹസൻ റളിയല്ലാഹു അൻഹു ജനിച്ചത് മദീനയിൽ. അതുപോലെ തന്നെ 7-ാം ദിവസം ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കൊക്കെ അറക്കപ്പെട്ടതുപോലെ അക്കീക്ക അറക്കും അല്ലെ? എന്താ അക്കീക്ക പറഞ്ഞാ? നമ്മളെ മുടി കളച്ചില് അല്ലെ? നമ്മള് മുടി കളച്ചില് എന്നൊക്കെ പറയും. നമ്മള് പിന്നെ 7-ാം ദിവസം മുടി കളയും. അതേപോലെ കഴിവൊക്കെ ഉള്ള ആളുകൾ എന്ത് ചെയ്യും? ആടിനെ അല്ലെങ്കിൽ പിന്നെ മറ്റു മൃഗങ്ങളെ, പോത്തൊക്കെ പോലെയുള്ള മൃഗങ്ങളൊക്കെ അറക്കും. അതിനാണ് അക്കീക്ക അറക്കുക എന്ന് പറയാം. അപ്പൊ 7-ാം ദിവസം അക്കീക്ക അറക്കുകയും മുടിയുടെ തൂക്കം വെള്ളി ദാനം ചെയ്യുവാൻ പറയുകയും ചെയ്തു. ആരെ? ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ. ഹസൻ എന്ന് പേരിടുകയും ചെയ്തു അല്ലെ? നബിയോട് വളരെയധികം ശാരീരിക സാമീപ്യമുള്ള ഒരാൾ കൂടിയായിരുന്നു ഹസൻ റളിയല്ലാഹു അൻഹു. ഹസൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശാരീരികമായി വളരെ അടുപ്പുണ്ടായിരുന്ന ആരായിരുന്നു വെച്ചാൽ ഹസൻ റളിയല്ലാഹു അൻഹു. അതുപോലെ സൽ സ്വഭാവം, ഇബാദത്തുകൾ തുടങ്ങിയവയിൽ വളരെ നിഷ്കർഷത പുലർത്തുന്ന ആളായിരുന്നു അദ്ദേഹം. അലി റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ തലസ്ഥാനമായ കൂഫയിലെ ജനങ്ങൾ അദ്ദേഹത്തെ ഖലീഫയായി ബൈഅത്ത് ചെയ്തു. പിന്നെ ഒരു ഭാഗം ഇതാണ്. എന്താണ്? അദ്ദേഹത്തിന്റെ പിതാവ് അലി റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ, അതായത് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞപ്പോൾ, അവിടെ ഭരണ തലസ്ഥാനമായ കൂഫയിലെ ജനങ്ങള് അവിടുത്തെ ഖലീഫയായി ബൈഅത്ത് ചെയ്തു. അതായത് കൂഫയിലെ ഖലീഫയായിട്ട് ആരെ തെരഞ്ഞെടുത്തു? ഹസൻ റളിയല്ലാഹു അൻഹുവിനെ തെരഞ്ഞെടുത്തു.
എന്നാൽ ഡമാസ്കസിലെ ഗവർണർ മുആവിയ റളിയല്ലാഹു അൻഹുവിന് ഇതിനോട് യോജിപ്പുണ്ടായിരുന്നില്ല. ക്രമേണ അവർ തമ്മിലുള്ള അകലം വർദ്ധിക്കുകയും ഒരു യുദ്ധത്തിനുള്ള സാഹചര്യം ഉരുണ്ടുകൂടുകയും ചെയ്തു. ഇത് ഒഴിവാക്കാൻ വേണ്ടി ഹസൻ റളിയല്ലാഹു അൻഹു അധികാരം മുആവിയ റളിയല്ലാഹു അൻഹുവിന് വിട്ടുകൊടുത്തു. ഹിജ്റ 40-ലായിരുന്നു ഇത്. അപ്പൊ എന്താ, മുആവിയ റളിയല്ലാഹു അൻഹുവിന് ഹസൻ റളിയല്ലാഹു അൻഹു അധികാരം വിട്ടുകൊടുത്ത വർഷം അത് ഹിജ്റ 40. ഹസൻ റളിയല്ലാഹു അൻഹു ജനിച്ചത് ഹിജ്റ 3-ാം വർഷം. ഈ വർഷങ്ങളൊക്കെ നമ്മളിങ്ങനെ ഓർത്തു വെക്കുക. ഈ വർഷം ആമുൽ ജമാ എന്നറിയപ്പെടുന്നു. അപ്പൊ ആമുൽ ജമാ എന്ന് പറഞ്ഞാൽ എന്ത്? പ്രധാനപ്പെട്ട ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ് അല്ലെ. ആമുൽ ജമാ എന്നാൽ എന്ത് അല്ലെ? ഐക്യവർഷം എന്നാണ് നമ്മൾ അതിന് മലയാളത്തിൽ പറയാം. എന്താ ആമുൽ ജമാ എന്ന് പറഞ്ഞാൽ? മുആവിയ റളിയല്ലാഹു അൻഹുവിന് ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ഗവർണർ സ്ഥാനം ത്തിൽ വിയോജിപ്പുണ്ടാവുകയും അതില് അവർ തമ്മിലുള്ള അകലം വർദ്ധിക്കുകയും അതൊരു യുദ്ധത്തിലുള്ള സാഹചര്യത്തിലേക്ക് എത്തിക്കുകയും ചെയ്തപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടി ഹസൻ റളിയല്ലാഹു അൻഹു അധികാരം മുആവിയ റളിയല്ലാഹു അൻഹുവിന് വിട്ടുകൊടുത്തു അല്ലെ. അദ്ദേഹം സ്വമേധയാ അദ്ദേഹം എന്ത് ചെയ്തു? പ്രശ്നങ്ങളില്ലാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? അദ്ദേഹം വിട്ടുകൊടുത്തു. ഇതിനെയാണ് ആമുൽ ജമാ എന്ന് പറയുന്നത്. നമ്മളെ പാഠഭാഗങ്ങളൊക്കെ ഫുള്ള് കഴിഞ്ഞതാണല്ലോ. അപ്പൊ അതാണ് ഇപ്പൊ ഇങ്ങനെ പറയുന്നത്. നമ്മളൊരു റിവിഷൻ എന്നുള്ളതിലേക്ക് നമ്മളിങ്ങനെ പറയുന്നത് കേട്ടോ. പാഠഭാഗം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രം. അധികാരം മുആവിയ റളിയല്ലാഹു അൻഹുവിന് കൈമാറി ഹസൻ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് മടങ്ങി. ഹിജ്റ 49 വിഷബാധയേറ്റ് അദ്ദേഹം വഫാത്തായി. ജന്നത്തുൽ ബഖീലാണ് അവരുടെ ഖബർ. അപ്പൊ ഹസൻ റളിയല്ലാഹു അൻഹു ജനിച്ചത് ഹിജ്റ 3-ാം വർഷം. അദ്ദേഹം ഭരണം ഒഴിവാക്കിയത് 40-ാം വർഷം. പിന്നെ അദ്ദേഹം വഫാത്തായത് 49-ാം വർഷം. ജന്നത്തുൽ ബഖീലാണ് അദ്ദേഹത്തിന്റെ ഖബർ അല്ലെ. അദ്ദേഹം എവിടുത്തെ ഗവർണറായിരുന്നു? തലസ്ഥാനമായിട്ടുള്ള കൂഫയിലെ ഗവർണറായിരുന്നു അദ്ദേഹം. അപ്പൊ അതാണ് ഒന്നാമത്തെ പാഠം അല്ലേ. പറയുന്ന കേക്കുണ്ടോ? മനസ്സിലാവുണ്ടല്ലോ അല്ലെ. അപ്പോ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ഞാൻ ചോദിക്കാം, അപ്പൊ അറിയുന്നവരിങ്ങനെ ഉത്തരം പറയാം. ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ മാതാപിതാക്കൾ ആരാകുന്നു? അലി ഫാത്തിമ ബീവി. അലി റളിയല്ലാഹു അൻഹു, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹു. ഹസൻ റളിയല്ലാഹു അൻഹു ജനിച്ചത് ഏത് വർഷം ഏത് മാസം? ഹിജ്റ 3-ാം വർഷം റമദാനിലായിരുന്നു. അതെ അതെ, ഹിജ്റ 3-ാം വർഷം റമദാൻ മാസത്തിൽ. ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി ബൈഅത്ത് ചെയ്തു ആര്? കൂഫയിലെ ജനങ്ങൾ അല്ലേ. അപ്പൊ ഒരാളെ പേരല്ല, നമ്മൾ ആര് നോക്കുമ്പോ ആളെ പേര് ചിന്തിക്കും. അപ്പൊ നമുക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും. കൂഫയിലെ ജനങ്ങളാണ് അദ്ദേഹത്തെ എന്ത് ചെയ്ത്? ബൈഅത്ത് ചെയ്തു. ആമുൽ ജമാ എന്നറിയപ്പെടുന്ന വർഷം ഏത്? ആ വർഷം ഏതാണ്? ആ വർഷം ഏതെന്ന് ചോദിച്ചാൽ ഹിജ്റ 40 എന്ന് മാത്രം എഴുതിയാൽ മതി. ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ റളിയല്ലാഹു അൻഹു വഫാത്തായ വർഷം ഏത്? ഹിജ്റ 49. ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ എവിടെ? ജന്നത്തുൽ ബഖീ അല്ലേ. ഈ കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നത് മനസ്സിലാക്കുക. പിന്നെ ആമുൽ ജമാ എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളതും കൂടിയാണ് ഇതിന് കാര്യം മനസ്സിലാക്കാനുള്ളത്. അപ്പോ പിന്നെ നമ്മൾക്ക് രണ്ടാമത്തെ പാഠം കർബലായിൽ അണഞ്ഞ താരം അല്ലേ. ആരാണ് ആ താരം? ഹുസൈൻ റളിയല്ലാഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു പേരമകൻ, നബിയുടെ പേരസന്തതിയായിട്ടുള്ള ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ തന്നെ അല്ലെ. ഇതേ ഫാത്തിമ, അലി റളിയല്ലാഹു അൻഹു എന്നിവരുടെ മകനായിട്ടുള്ള ഹുസൈൻ റളിയല്ലാഹു അൻഹു ഹിജ്റ 61-ലാണ് എന്ത് നടന്നിട്ടുള്ളത്? കർബല യുദ്ധം നടന്നിട്ടുള്ളത്. ഹിജ്റ 61 കർബല യുദ്ധം നടന്നത് ഫാത്തിമ ബിയുടെ അലി റളിയല്ലാഹുവിന്റെയും മകനുമായ ഹുസൈൻ റളിയല്ലാഹുവിനെയും തന്റെ കുടുംബാംഗങ്ങളെയും നിഷ്കരണം ഇറാഖിലെ ഗവർണർ ഉബൈദുല്ലാഹ് ഇബ്നു സിയാദിന്റെ സൈന്യം വധിച്ചു കളഞ്ഞ സംഭവമാണ്. മുഹറം 10-നായിരുന്നു ഇത്. ഹിജ്റ 61 മുഹറം 10-നാണ്. ഇപ്പൊ കർബല നടന്ന വർഷം മാസം ഏതെന്ന് വെച്ചാൽ ഹിജ്റ 61 മുഹറം 10 അല്ലെ. മുഹറം 10-നാണ് നടന്നിട്ടുള്ളത്. എന്തായിരുന്നു അത് സംഭവം?
ഹുസൈൻ റളിയല്ലാഹുവിനെയും കുടുംബാംഗങ്ങളെയും നിഷ്കരണം ഇറാഖിലെ ഗവർണർ ഉബൈദുല്ലാഹ് ഇബ്നു സിയാദിന്റെ സൈന്യം വധിച്ചു കളഞ്ഞ സംഭവമാണ്. അപ്പം നിഷ്കരണം എന്നൊക്കെ നമുക്ക് പറയാൻ പ്രയാസം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഹുസൈൻ റളിയല്ലാഹുവിന്റെയും ഹുസൈൻ റളിയല്ലാഹുവിന്റെയും തന്റെ കുടുംബാംഗങ്ങളെയും ഇറാഖിലെ ഗവർണർ ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് സൈന്യം വധിച്ചു കളഞ്ഞ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞ നിഷ്കരണം എന്ന് പറയണമെന്നില്ല, അല്ലെ? അല്ലെങ്കിൽ ഒന്നടങ്കം അല്ലെങ്കിൽ ഒന്നായിട്ട് എന്നൊക്കെ പറഞ്ഞാൽ മതി. നിഷ്കരണം എന്ന് മാത്രം ആലോചിച്ചിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ഉത്തരവും കിട്ടാതെ പോയി പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. പിന്നെ മുആവിയ തന്റെ പിൻഗാമിയായി മകൻ യസീദിനെ പ്രഖ്യാപിച്ചതിൽ എതിർപ്പുണ്ടായിരുന്ന കൂഫയിലെ ജനങ്ങൾ ഹുസൈൻ റളിയല്ലാഹുവിനെ ഖലീഫ ആക്കുവാൻ കൂഫയിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. പലരും നിരുത്സാഹപ്പെടുത്തിയെങ്കിലും ഹുസൈൻ റളിയല്ലാഹു കുടുംബത്തെയും കൂടെ കൂട്ടി കൂഫയിലേക്ക് പുറപ്പെട്ടു. പക്ഷേ കൂഫക്കാർ വാക്കുമാറി. അപ്പോൾ നേരത്തെ നമ്മളെ പറഞ്ഞ പോലെ തന്നെയുള്ള അവിടെ ഉള്ളായിരുന്ന മുആവിയ റളിയല്ലാഹു അൻഹുവിനെ തന്നെയാണ് ഇവിടെ കഥാപാത്രം. പക്ഷെ അദ്ദേഹത്തിന്റെ പിൻഗാമിയായി അദ്ദേഹത്തിന്റെ മകൻ യസീദിനെ പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിന്റെ മകൻ യസീദിനെ ഭരണാധികാരിയായി പ്രഖ്യാപിച്ചതിൽ കൂഫയിൽ എന്തുണ്ടായി? ജനങ്ങൾക്ക് രണ്ടഭിപ്രായം ഉണ്ടായി. ഹുസൈൻ റളിയല്ലാഹുവിനെ ഖലീഫ ആക്കുവാൻ കൂഫയിലേക്ക് അവിടുത്തെ ജനങ്ങൾ ക്ഷണിച്ചു. അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു കൂഫയിലേക്ക് പുറപ്പെടുകയാണ്. ആളുകളൊക്കെ അദ്ദേഹത്തിനെ പോകാതിരിക്കാൻ നിരുത്സാഹപ്പെടുത്തിയെങ്കിലും പക്ഷെ അദ്ദേഹം കൂഫയിലേക്ക് പുറപ്പെട്ടു. പക്ഷെ കൂഫയിലെത്തി നോക്കുമ്പോഴോ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ വാക്കുമാറി. അതിനെ തുടർന്ന് ഹുസൈൻ റളിയല്ലാഹു കുടുംബം ഉബൈദുല്ലാഹ് ഇബ്നു സിയാദിന്റെ വൈൻ സൈന്യത്തിന് മുമ്പിൽ എത്തിപ്പെട്ടു. ഉബൈദുല്ലാഹ് ഇബ്നു സിയാദിന്റെ സൈന്യത്തിന് മുമ്പിൽ എത്തിപ്പെട്ടു. ഈ പേര് പ്രത്യേകം ഓർത്ത് വെക്കുക, ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ്. ഉബൈദുല്ലാഹി എന്ന് ഓർത്താൽ മതി. തുടർന്ന് നടന്ന യുദ്ധമാണ് കർബല യുദ്ധം. അപ്പൊ കർബല യുദ്ധം നടക്കാനുള്ള പശ്ചാത്തലം, കർബല യുദ്ധം ഉണ്ടായത് എങ്ങനെ എന്ന് അഥവാ കൂടുതൽ മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ, മുആവിയ റളിയല്ലാഹു അൻഹു പിൻഗാമിയായി മകനെ പ്രഖ്യാപിച്ചതിൽ എതിർപ്പുണ്ടായിരുന്ന കൂഫക്കാർ ഹുസൈൻ റളിയല്ലാഹു ഖലീഫ ആക്കുവാൻ കൂഫയിലേക്ക് ക്ഷണിച്ചു. അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു കൂഫയിലേക്ക് പുറപ്പെട്ടു. എന്നാൽ കൂഫക്കാർ വാക്കുമാറ്റി ഹുസൈൻ റളിയല്ലാഹു കുടുംബവും ഉബൈദുല്ലാഹ് ഇബ്നു സിയാദിന്റെ വൻ സൈന്യത്തിനു മുന്നിൽ എത്തിപ്പെട്ടു. തുടർന്ന് അങ്ങനെ നടന്ന യുദ്ധമാണ് കർബല യുദ്ധം. ഈ സംഭവം അങ്ങനെ നമ്മളെ ഭാഷയിൽ എന്ത് ചെയ്താൽ മതി, നമ്മളതിനെ ചുരുക്കിയിട്ട് നമ്മളെ ആ ഒരു രൂപത്തിൽ നമ്മൾ പറഞ്ഞാൽ മതി. ഹുസൈൻ റളിയല്ലാഹു തന്റെ കുടുംബത്തിലെ 16 പേരും ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. യൂഫ്രട്ടീസ് നദിയുടെ കരയിലാണ് കർബല. കർബല സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് അഥവാ ചോദിക്കുകയാണെങ്കിൽ യൂഫ്രട്ടീസ് നദിയുടെ, അല്ലെ? ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ്. ചിലപ്പോൾ നല്ല മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നമ്മൾ ഡിസ്റ്റിങ്ഷനും ടോപ്പ് പ്ലസ് ഒക്കെ പ്രതീക്ഷിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത്തരം കാര്യങ്ങളൊക്കെ മൈന്യൂട്ടായിട്ടുള്ള പല നമ്മൾ ശ്രദ്ധിക്കാതെ പോണ കാര്യങ്ങൾ വരെ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിച്ച് അത് നമ്മൾ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. നമ്മൾ അത് ഞാൻ പിന്നെ ശ്രദ്ധിച്ചിരുന്നില്ല, അല്ലെങ്കിൽ അത് ഞാൻ അത്ര ഓർത്തില്ല, ആ ഭാഗം ഞാൻ മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറയരുത്. യൂഫ്രട്ടീസ് നദിയുടെ കരയിലാണ് കർബല. അത് നമ്മൾ അതിന്റെ പ്രത്യേകം അവിടെ മനസ്സിലാക്കി വെക്കുക. പിന്നെ കർബലയിൽ എത്ര പേര് കൊല്ലപ്പെട്ടു? ഹുസൈൻ റളിയല്ലാഹു തന്റെ കുടുംബത്തിലെ 16 പേരും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. അപ്പൊ 17 പേര്, 16 കുടുംബത്തിലെ 16 ആൾക്കാരും പിന്നെ ഹുസൈൻ റളിയല്ലാഹു കൊല്ലപ്പെട്ടു. ഹിജ്റ 4-ാം വർഷം ശഅബാനിലായിരുന്നു മദീനയിൽ ഹുസൈൻ റളിയല്ലാഹു ജനിച്ചത്. അല്ലെ? ഹുസൈൻ റളിയല്ലാഹു ജനിച്ചത് ഇപ്പൊ പറയുന്നുള്ളൂ. ഹിജ്റ 4-ാം വർഷം. ഹസൻ റളിയല്ലാഹു ജനിച്ചത് 3-ാം വർഷം റമദാനിൽ. അങ്ങനെയാണെങ്കിൽ ഹുസൈൻ റളിയല്ലാഹു ജനിച്ചത് ഹിജ്റ 4-ാം വർഷം ശഅബാനിൽ. മകളുടെ പ്രസവ വിവരം അറിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും അവർ കുട്ടിക്ക് ഹർബ് എന്ന് പേരിട്ടിരുന്നു. ഹുസൈൻ റളിയല്ലാഹുവിന്റെ ആദ്യത്തെ പേര് ഹർബ്. നബി തങ്ങൾ അത് മാറ്റി ഹുസൈൻ എന്നാക്കുകയായിരുന്നു, അല്ലെ? ഹുസൈൻ റളിയല്ലാഹുവിന്റെ ആദ്യത്തെ പേര് എന്താ വെച്ചാൽ ഹർബ്. ഹസൻ റളിയല്ലാഹുവിനെ പോലെ നബിയോട് രൂപസാദൃശ്യമുള്ള ഒരാളായിരുന്നു ഹുസൈൻ റളിയല്ലാഹു. രണ്ടുപേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ ഇഷ്ടമായിരുന്നു. അവർ രണ്ടുപേരും ഇഷ്ടപ്പെടുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് കൽപ്പിച്ചു. അവർ രണ്ടുപേരെയും ഇഷ്ടപ്പെടാൻ നമ്മളോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചിട്ടുണ്ട്. ആരാധനയുടെ കാര്യത്തിൽ കണിശത പുലർത്തുന്നവരായിരുന്നു അദ്ദേഹം. വലിയ ധൈര്യശാലിയും ദാനശീലനുമായിരുന്നു ഹുസൈൻ റളിയല്ലാഹു. ഇത് നോക്കാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉത്തരം പറയാന്നുള്ള ചോദ്യമയക്കങ്ങൾ അറിയുന്നവർ ഉത്തരം പറയാം. കർബല യുദ്ധം നടന്ന വർഷം ഏത്? കർബല യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഹുസൈൻ റളിയല്ലാഹുവിന്റെ കുടുംബാംഗങ്ങൾ എത്ര? 16.
16. മാഷാ അല്ലാ. ഇറാഖിലെ അന്നത്തെ ഗവർണറുടെ പേര്? ഉബൈദുല്ലാഹി സിയാദ. ഉബൈദുല്ലാഹിബിനു സിയാദ. സിയാദ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു വഫാത്തായ വർഷം ഏത്? 61. കർബല എവിടെ സ്ഥിതി ചെയ്യുന്നു? യൂഫ്രട്ടീസ് നദിയുടെ അരികിൽ. യൂഫ്രട്ടീസ് നദിയുടെ അരികിൽ, യൂഫ്രട്ടീസ് നദിയുടെ അടുത്ത് എന്ന് പറഞ്ഞാലും മതി. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് രൂപസാദൃശ്യം ഉണ്ടായിരുന്നു ആരോട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലേ? അടുത്ത പാഠം അൽ അസ്റത്തുൽ മുബശ്ശറ. ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടോ? സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണ്ടോ? നമ്മളിങ്ങനെ റിവിഷൻ ആയതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോ 34-33 ദിവസമൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് ഇനി ആകെ ഉള്ളൂ അല്ലെ? അപ്പൊ അതിനിടയ്ക്ക് നമുക്ക് റിവിഷനൊക്കെ നടന്നു പോകണം. ഉള്ള 1 മണിക്കൂർ നമ്മള് പരമാവധി ഉപയോഗപ്പെടുത്തി പോകാന്ന് വെച്ചിട്ടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും കേൾക്കാത്ത പ്രശ്നമോ മനസ്സിലാവാത്ത പ്രശ്നമോ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം എന്ന് അറിയിക്കുകയാണ്. പിന്നെ പാഠം 3 അൽ അസ്റത്തുൽ മുബശ്ശറ. 10 സ്വഹാബികളെ പറ്റി അവർ സ്വർഗത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സർട്ടിഫൈഡ് ചെയ്ത ആൾക്കാരാണ് അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ സ്വർഗത്തിലാണ് എന്ന് ഉറപ്പ് പറഞ്ഞ 10 ആൾക്കാരാണ് അല്ലെ? അത് സ്വർഗത്തിൽ ആ 10 ആൾക്കാർ മാത്രം അല്ലല്ലോ, 10 വേറെ കുറെ ആൾക്കാരുണ്ട്. നമ്മളൊക്കെ സ്വർഗാവകാശികളാവേണ്ടവരാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പക്ഷെ അവർ സ്വർഗത്തിലാണ് എന്ന് നബി ഉറപ്പ് പറഞ്ഞ ആൾക്കാർ, അവരെന്തായാലും സ്വർഗത്തിലാണ്. അവർക്കാണ് നമ്മൾ അഷ്റത്തുൽ മുബശ്ശറ അല്ലെ? 10 എന്ന് പറഞ്ഞാൽ അറബിയിൽ 10 എന്ന് പറഞ്ഞാൽ അഷ്റത്തുൽ മുബശ്ശറ, സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 ആളുകൾ. അവരെ കുറിച്ചാണ് ഈ പാഠം. അല്ലെങ്കിൽ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, സഅദ് ബിൻ അബി വക്കാസ്, സയ്യിദ് ബിൻ സെയ്ദ്, സെയ്ദ് ബിൻ സുബൈർ ബിൻ അവാം, തൽഹത്ത് ബിൻ ഉബൈദില്ല, അബൂ ഉബൈദ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹും എന്നിവരാണ് അവർ. ഇവരാണ് ആ 10 മഹോന്നതന്മാരായിട്ടുള്ള 10 ആളുകൾ. അവരെന്തായാലും സ്വർഗത്തിലാണ് എന്ന് നബി ഉറപ്പ് ഗ്യാരണ്ടി പറഞ്ഞിട്ടുള്ള. ആദ്യകാലത്ത് തന്നെ ഇസ്ലാം സ്വീകരിക്കുകയും എല്ലാ വെല്ലുവിളികളെയും നേരിടുകയും എല്ലാ പ്രയാസങ്ങളും സഹിക്കുകയും എല്ലാ രംഗങ്ങളിലും ഹാജരാവുകയും ചെയ്തിട്ടുള്ളവരാണ് ഇവർ. എല്ലാ സ്വഹാബിമാരും ഇതുപോലെ ത്യാഗങ്ങൾ സഹിച്ചിട്ടുള്ളവരാണെങ്കിലും ഇവരുടെ ത്യാഗങ്ങൾ വേറിട്ടതാണ്. അതാണ്, ഇവർക്ക് വെറുതെ നബി ഓഫർ കൊടുത്തതല്ല അല്ലെ? നമ്മളെന്തെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ അല്ലെങ്കിൽ മറ്റ് കടകളിലൊന്നും ഓഫർ പറയും പോലെ നബി വെറുതെ അങ്ങോട്ട് ഓഫറായിട്ട് പറഞ്ഞതല്ല. ഇവർ സഹിച്ച ത്യാഗത്തിന്റെയും വളരെയധികം നബീന്റെ കൂടെ നിന്ന് അവരുടെ സ്വന്തത്തെ പോലും, അവരുടെ മാതാപിതാക്കളെയും ചിലര് മക്കളെയും ചിലര് ഭാര്യമാരെയും സ്വന്തം കൂട്ടുകാരെയും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് അതിനുവരെ ത്യാഗം സഹിച്ച് ത്യാഗനിർഭരമായ പോരാട്ടങ്ങൾക്ക് വരെ സാക്ഷ്യം വഹിച്ച ആളുകളാണ് ഇവർ. അതിന്റെ ഫലമെന്നോണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ളതാണ് സ്വർഗം ഉറപ്പ് എന്നുള്ളത്. അപ്പൊ ഇനി അവരുടെ കുടുംബം ത്തിന്റെ പേര്, അവര് മരണപ്പെട്ട വഫാത്തായ വർഷം, അവിടെ വയസ്സെത്ര ഉണ്ടായിരുന്നു, അവരുടെ ഖബർ എവിടെ, അതാണ് ഇപ്പൊ ഈ 10 ആളുകളുടേതും ആ കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ ഈ പാടത്ത് പഠിക്കാറ്. മറ്റു 10 ആളുകളൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതേക്കാരം അവരുടെ പേരൊക്കെ. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ കുടുംബം ബനൂ തൈം. അദ്ദേഹം മരണപ്പെട്ടത് ഹിജ്റ 13, വയസ്സ് 63, ഹുജ്റത്തു ഷരീഫയിലാണ് അദ്ദേഹത്തിന്റെ ഖബർ. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ കുടുംബം ബനു അദി, മരണപ്പെട്ടത് ഹിജ്റ 23, വയസ്സ് 63, ഹുജ്റത്തു ഷരീഫയിൽ തന്നെ അദ്ദേഹത്തിന്റെ ഖബർ അല്ലെ? പലരും ഒക്കെ സാമീപ്യമുള്ളതാണ്. ഇപ്പൊ അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹു ഒരേ വയസ്സാണ്, 63 അല്ലെ? പിന്നെ നമുക്ക് ഒരേ വയസ്സ് വരുന്നത് ഇവിടെ അലി റളിയല്ലാഹു അൻഹു 63 വയസ്സാണ്. അതേപോലെ കുടുംബങ്ങൾ ബനു തൈം ഉള്ളത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പിന്നെ ബനു അദി വരുന്നത് ഉമർ റളിയല്ലാഹു അൻഹു, അതേപോലെ സഈദ് റളിയല്ലാഹു അൻഹു. ബനു തൈമില് ത്വൽഹ റളിയല്ലാഹു അൻഹു കൂടെ ഉണ്ട് അല്ലെ? അവര് രണ്ടാളും ഒരേ കുടുംബം. പിന്നെ ബനു ഉമയ്യ എന്ന് പറഞ്ഞിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു മാത്രം തന്നെ. ബനു ഹാഷിം അലി റളിയല്ലാഹു അൻഹു. പിന്നെ ബനു ഫിഹ്ർ അബൂബൈദ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. പിന്നെ ബനു അസദ് സുബൈർ റളിയല്ലാഹു അൻഹു. പിന്നെ ബനു സുഹ്റ വരുന്നത് സഅദ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെയൊക്കെ കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ഒരേ കുടുംബം വരുന്നത്. പിന്നെ ഖബർസ്ഥാനം വരുന്നത് ഹുജ്റത്തു ഷരീഫ്, അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹു
ഉജ്റത്തു ഷരീഫയിൽ തന്നെയാണ് മറവിട്ടത്. വയസ്സ് രണ്ടാൾക്കും 63 ഒരാൾ മരിക്കണ ഹിജ്റ 13, മറ്റാള് 10 കൊല്ലം കഴിഞ്ഞിട്ട് ഹിജ്റ 23. അല്ലെ, നമ്മൾ ഇവിടെ ഖിലാഫത്ത് ഭരണകാലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോ 10 വർഷം കഴിയുമ്പോൾ ഹിജ്റ 23 എന്ത് ചെയ്ത് ഉമർ റളിയല്ലാഹു അൻഹു വഫാത്താവുന്നത്. അപ്പൊ അവരെ കുടുംബത്തിൽ മാത്രമാണ് ഒന്ന് വ്യത്യാസമുള്ളത്. പിന്നെ മരണപ്പെട്ടതിൽ 10 വർഷത്തെ ഒരു മാറ്റം. പിന്നെ അങ്ങനെ ജന്നത്തുൽ ബഖയില് ഖബറുള്ളവര് ആരൊക്കെ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അതേപോലെ സയദ് റളിയല്ലാഹു അൻഹു, സഈദ് റളിയല്ലാഹു അൻഹു, അതേപോലെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. പിന്നെ കൂഫയില് ഖബറടക്കപ്പെട്ടത് അലി റളിയല്ലാഹു അൻഹു. പിന്നെ ബസ്രയിൽ സുബൈർ റളിയല്ലാഹു അൻഹു, ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു. പിന്നെ പ്രത്യേകമായിട്ട് ഉർദുൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. അല്ലെ, ഒരാൾ മാത്രമേ. അങ്ങനെ റിവിഷൻ ആയതുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യമൊക്കെ എടുത്തത് ഈ കാര്യം മനസ്സിലാവും. അവിടെ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോണു. നിങ്ങൾക്ക് അത് പിന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങള് ഇപ്പൊ നമ്മളെ ഈ 1 മണിക്കൂർ ക്ലാസ് മാത്രമല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ ഒഴിവുള്ള സമയത്ത് പിന്നെ ഇപ്പൊ നാളൊക്കെ ഞായറാഴ്ചയാണ്, നാളൊക്കെ എന്ത് ചെയ്യണം? സ്കൂൾ ഒഴിവുള്ള സമയത്തൊക്കെ ഏതെങ്കിലും ഒരു വിഷയമെങ്കിലും ഒന്ന് വായിക്കാൻ, അതേപോലെ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഈ ഇത്ര കൂടുതലായിട്ടുള്ള ഇങ്ങനത്തെ വലിയ പട്ടിക കോളൊക്കെ ഉള്ളതൊക്കെ ഒന്ന് പ്രത്യേകം ഒന്ന് വായിക്കുക, അല്ലെങ്കിൽ അതൊന്ന് എഴുതിയെടുക്കുക, അല്ല അതൊരു ചാർട്ടിലേക്ക് ഒന്ന് എഴുതി വെക്കുക, ഒരു A4 ഒന്ന് നന്നാക്കി വൃത്തിയായിട്ടൊക്കെ എഴുതുക. അങ്ങനെ എഴുതുമ്പോ തന്നെ നമ്മളെ മനസ്സിൽ അത് പതിയും. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം. അപ്പൊ അതും കൂടെ ഉണ്ടാകുമ്പോഴാണ്. അപ്പൊ ഞാൻ ഇതിന് പഠിക്കാൻ നമ്മളൊരു രീതി പറഞ്ഞു തന്നുള്ളൂ. ഇങ്ങനെ ഒരേ വയസ്സ്, ഒരേ ഖബർസ്ഥാൻ, ഒരേ ഇതുള്ളത്, കുടുംബത്തിന്റെ പേര് ഒരേ പേരുള്ളത്, അതൊക്കെ മനസ്സിലാക്കി വെക്കുക. അല്ലാതെ നമ്മളിങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ബനൂ തൈം കുടുംബം, മരണം 13, വയസ്സ് 63, ഖബർ ഉജ്റ ഷരീഫ അങ്ങനെ പറഞ്ഞു. അപ്പൊ എന്നാ മൂന്നാമത്തെ പാഠത്തിന് ചോദ്യം ചോദിക്കാം. അശ്റത്തുൽ മുബശ്ശറയിൽ ഏറ്റവും ആദ്യം വഫാത്തായത്? അബൂബക്കർ റളിയല്ലാഹു അബൂബക്കർ റളിയല്ലാഹു അൻഹു. അല്ലെ, എല്ലാവർക്കും നമുക്ക് സംശയം പറയാം. അശ്റത്തുൽ മുബശ്ശറയിൽ ഏറ്റവും അവസാനം വഫാത്തായത്? സഅദ് റളിയല്ലാഹു അൻഹു. സയദ് റളിയല്ലാഹു അൻഹു. സയദ് റളിയല്ലാഹു ഹിജ്റ പിന്നെ 55 അല്ലേ? സയദ് റളിയല്ലാഹു അൻഹു. മാഷാ അല്ലാഹ്. അശ്റത്തുൽ മുബശ്ശറയിൽ ജന്നത്തുൽ ബഖയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർ? ഉസ്മാൻ ഉസ്മാൻ സയദ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു, സയദ് റളിയല്ലാഹു അൻഹു, സഈദ് റളിയല്ലാഹു അൻഹു. അല്ലേ, രണ്ടും ഏകദേശം ഒരേ പേരാ, സയദ് സഈദ്. അല്ലെ, അത് അങ്ങോട്ട് മാറും ചെയ്യരുത്. ഈ ചോദ്യത്തിൽ പഠിക്കാനുള്ള സുഖം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ചോദ്യം ഉണ്ടാവുക. അല്ലാതെ ഈ പട്ടിക ഒന്നായിട്ട് നമുക്ക് തന്നിട്ട് നമ്മൾ ചോദിക്കൂല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ അടുത്തത് അശ്റത്തുൽ മുബശ്ശറയിൽ ബസ്രയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർ? സുബൈർ റളിയല്ലാഹു അൻഹു. ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു, സുബൈർ റളിയല്ലാഹു അൻഹു, രണ്ടുപേരും. അതേപോലെ അശ്റത്തുൽ മുബശ്ശറയിൽ കൂഫയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർ? അലി അലി റളിയല്ലാഹു അൻഹു മാത്രമേ ഉള്ളൂ. അല്ലെ, അശ്റത്തുൽ മുബശ്ശറയിൽ ബനൂ തൈമിൽപ്പെട്ടവർ? ബനൂ തൈം കുടുംബത്തിൽപ്പെട്ട ആളാരാ അശ്റത്തുൽ മുബശ്ശറയിൽ? അബൂബക്കർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ത്വൽഹ റളിയല്ലാഹു അൻഹു. അല്ലെ, അശ്റത്തുൽ മുബശ്ശറയിൽ ബനൂ അദിയിൽപ്പെട്ടവരാരാ? ഉമർ ഉമർ സഈദ് റളിയല്ലാഹു അൻഹു, സഈദ് റളിയല്ലാഹു അൻഹു. അല്ലെ, ഇപ്പൊ ഈ ബുക്കിലുള്ള അല്ലാത്ത രൂപത്തിലൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അല്ലെ, ഉർദുൻ എന്ന സ്ഥലത്ത് പിന്നെ മറവ് ചെയ്യപ്പെട്ട ആളാരാ? അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. അല്ലെ, അങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഈ ചോദ്യം പിന്നെ പാഠത്തിലുള്ള ചോദ്യം മാത്രമല്ലാതെ നമ്മളാൾക്ക് മനസ്സിലാക്കി വെക്കണം. പിന്നെ നാലാമത്തെ പാഠം വിശ്വാസിയെ തോൽപ്പിച്ച വിശ്വാസം. അല്ലെ, അത് ഭയങ്കര ഒരു പാഠമാണ്. വാശിയെ തോൽപ്പിച്ച വിശ്വാസം. ഒരു വാശിക്ക് മുമ്പിൽ തോറ്റു കൊടുക്കാത്ത ഒരു വിശ്വാസിയെ കുറിച്ചിട്ടുള്ള പാഠമാണ്. നമുക്ക് ഒരു ഉമ്മയും മോനും തമ്മിലുള്ള കഥയാണ്. അല്ലെ, കഥക്ക് നിങ്ങൾക്ക് അറിയായിരിക്കും.
അല്ലെ? ആർക്കായി കഥ ഇതിലറിയാം? കഥ അറിയുന്ന ആള് ഒന്ന് ചുരുക്കി കഥ ഒന്ന് പറഞ്ഞു. ബാങ്ക് കൊടുക്കുന്നു. അതുമല്ല ഇതല്ല. അപ്പൊ ഈ കഥ ആരാന്ന് ചുരുക്കി പറയാം. ഈ ഉമ്മയുടെയും മോനും തമ്മിലുള്ള കഥ. ഞാൻ പറയാം. എന്നാ പറയൂ. മാഷാ അല്ലാ. എന്താ ഇനി പേര്? ലെന. ലെന. മാഷാ അല്ലാഹ് ബർക്കത്ത് ചെയ്യട്ടെ. പറയൂ കഥ പറയൂ. ലെന പറയൂ കഥ. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഇസ്ലാം മതത്തിൽ വിശ്വസിച്ചപ്പോ സഅദ് റളിയല്ലാഹുവിന്റെ ഉമ്മ പറഞ്ഞു, ഇതത് ഒഴിവാക്കാതെ ഞാൻ തിന്നുകയോ കുടിക്കോ ഇല്ലായിരുന്നു. അപ്പോ ഉമ്മയെ വളരെയധികം സ്നേഹിച്ചിരുന്ന സഅദ് റളിയല്ലാഹു അൻഹു അത് കേൾക്കുമ്പോ ഇസ്ലാം ഉപേക്ഷിക്കുമെന്ന് ഉമ്മ വിചാരിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ വിശ്വാസം വളരെ ശക്തമായിരുന്നു. അദ്ദേഹം ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, ഞാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. എന്നാൽ നിങ്ങൾ 100 റൂഹ് ഉണ്ടാവുകയോ അവ ഓരോന്നായി പുറപ്പെടുകയും ചെയ്താലും ഞാൻ എന്റെ ദീനിനെ ഒഴിവാക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പൊ സഹോദരൻ, ഉമ്മ, നിങ്ങൾ വേണമെങ്കിൽ തിന്നുക, അല്ലെങ്കിൽ തിന്നാതിരിക്കുക. അങ്ങനെ പറഞ്ഞപ്പോ ഉമ്മ അവസാനം ശബദം ഉപേക്ഷിച്ചു. അതെ, മാഷാ അല്ലാ. അതാണ് ഇപ്പൊ നമ്മുടെ ഈ പാഠത്തിന്റെ മെയിൻ. അതാണ് ആ കഥയോട് ബന്ധപ്പെട്ടാണ് ഈ പാഠം, അല്ലേ? മാഷാ അല്ലാ. അപ്പൊ ലെന കഥ ഉഷാറായിട്ട് പറഞ്ഞു. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. മറ്റവർക്കൊക്കെ കഥ അറിയായിരിക്കും. ഫസ്റ്റ് ആയിട്ട് അതിന് ധൈര്യം കാണിച്ചത് ഫസ്റ്റ് പറയാം വന്നത് ലെനയാണ് എന്നുള്ളൂ. മറ്റവർക്കൊക്കെ കഥ അറിയാം എന്ന് എനിക്കറിയാം. അപ്പൊ അതാണ് നമ്മൾ സഅദ് ബിൻ അബീ വഖാസ്. അതാണ് നമ്മുടെ കഥാപുരുഷൻ, അല്ലെ? അദ്ദേഹത്തിന് അന്ന് 17 വയസ്സ് ഉണ്ടായിട്ടുള്ളത്, അല്ലെ? വെറും 17 വയസ്സ്. കഥ ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞുകൊണ്ട് ഇനി കഥ പറയേണ്ട ആവശ്യമില്ലല്ലോ. 17 വയസ്സാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. പിന്നെ ഇസ്ലാമിൽ 3ാമതായി പ്രവേശിച്ച ആളാണ് അദ്ദേഹം. 3ാമതായി ഇസ്ലാമിലേക്ക് വന്ന ആളും കൂടിയാണ്. ഇസ്ലാമിന്റെ എല്ലാ രംഗങ്ങളിലും അദ്ദേഹം ഉണ്ടായിരുന്നു. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ ഞങ്ങൾ പള്ളിയിൽ ഇരിക്കവേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വർഗാവകാശിയായ ഒരാൾ ഇപ്പോൾ ഈ വാതിലിലൂടെ കടന്നു വരും. അപ്പോൾ ആ വഴി സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു കടന്നു വന്നു, അല്ലെ? സഅദ് റളിയല്ലാഹു അൻഹു നമ്മളെ കഴിഞ്ഞ പാഠത്തിൽ നമ്മളെ കള്ളിയിലൊക്കെ ഉണ്ട്. അപ്പോൾ നബി പ്രത്യേകം പറഞ്ഞ ആളും കൂടിയാണ്, സ്വർഗാവകാശിൽപ്പെട്ട ആളാണ്. ഉമർ റളിയല്ലാഹു അൻഹു കാലത്ത് കൂഫയിൽ ഗവർണർ ആയിരുന്നു അദ്ദേഹം.
മദാഇൻ വിജയം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു. 80 കൊല്ലത്തിലധികം ജീവിച്ച അദ്ദേഹത്തിന്റെ മരണം മദീനയുടെ പുറത്തു വെച്ചായിരുന്നു. ജനാസ ജന്നത്തുൽ ബഖയിലേക്ക് കൊണ്ടുവന്ന് മറവ് ചെയ്തു. അശ്റത്തുൽ മുബശ്ശറയിൽ വെച്ചും മുഹാജിറുകളിൽ വെച്ചും ഏറ്റവും അവസാനം വഫാത്തായത് അദ്ദേഹമാണ് അല്ലെ. അപ്പൊ ഈ പാഠത്തില് പ്രത്യേകം പറയുന്നുണ്ട്. കഴിഞ്ഞ പാഠത്തിലെ ചോദ്യം നമുക്ക് കള്ളിയിൽ നോക്കിയിട്ട് പറയാമെങ്കിലും ഈ പാഠത്തിൽ അത് പറഞ്ഞു, ഏറ്റവും അവസാനം വഫാത്തായ ആള് അദ്ദേഹമാണ്. അപ്പൊ ഈ പാഠത്തിലെ ചോദ്യം ചോദിക്കാം, ഇസ്ലാമിൽ എത്രാമനായിരുന്നു സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു? ഉത്തരം പറയൂ. മൂന്നാമൻ അല്ലെ, മൂന്നാമൻ. ഇസ്ലാം സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം എത്രയായിരുന്നു? 17 വയസ്സ്. അദ്ദേഹം എവിടെയായിരുന്നു ഗവർണറായി സേവനം ചെയ്തത്? കൂഫയിൽ അല്ലെ. സഅദ് റളിയല്ലാഹു അൻഹു നേതൃത്വം നൽകിയ വിജയം ഏതാ? മദാഇൻ വിജയം. സഅദ് റളിയല്ലാഹു അൻഹു ഏതാണ്ട് എത്ര വർഷം ജീവിച്ചു? 80 വർഷത്തിലധികം അല്ലെ. എത്ര വയസ്സ് കൃത്യമായിട്ട് ഇവിടെ പറയുന്നില്ല, പക്ഷെ 80-ലധികം അദ്ദേഹം ജീവിച്ചു. എവിടെ വെച്ചായിരുന്നു സഅദ് റളിയല്ലാഹുവിന്റെ വഫാത്ത്? മദീനയുടെ പുറത്ത് വെച്ചായിരുന്നു. മദീനയുടെ പുറത്ത് വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ വഫാത്ത്. അശ്റത്തുൽ മുബശ്ശറയിൽ വെച്ച് ഏറ്റവും അവസാനം വഫാത്തായത് ആര്? സഅദ് റളിയല്ലാഹു അൻഹു. മുഹാജിറുകൾ വെച്ച് ഏറ്റവും അവസാനം വഫാത്തായത് ആര്? സഅദ് റളിയല്ലാഹു അല്ലെ. ഈ രണ്ട് ചോദ്യം കൂടി ഏതായാലും ഉണ്ടാവില്ല. ഇതിൽ ഏതായാലും ഒന്നൊക്കെ എന്തായാലും കഴിഞ്ഞ പാഠത്തിൽ ഏകദേശം ഇതേ ചോദ്യം തന്നെ ഉണ്ട്. അപ്പൊ അത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് അഞ്ചാമത്തെ പാഠം എന്ന് പറഞ്ഞത് ഒരു പ്രാർത്ഥനയുടെ ഫലമാണ് അല്ലെ. ഒരു പ്രാർത്ഥനയായിട്ടുണ്ടായ ഫലം. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച അന്നുണ്ടായ ചരിത്രം അറിയാമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കുവാൻ പുറപ്പെട്ട അദ്ദേഹം തന്റെ സഹോദരിയും ഭർത്താവും ഇസ്ലാം സ്വീകരിച്ചു എന്ന് കേട്ടപ്പോൾ നേരെ അവിടുന്ന് അവരുടെ വീട്ടിലേക്ക് തിരിയുകയായിരുന്നു. അദ്ദേഹത്തിന്റെ കോപം മുഴുവനും സഹോദരിയുടെയും ഭർത്താവിന്റെയും നേരെ തിരിഞ്ഞു. അദ്ദേഹം അവർ പേരെയും മർദ്ദിക്കുകയുണ്ടായി. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരിയുടെ ഭർത്താവ് ആരായിരുന്നു? അദ്ദേഹമാണ് സഅദ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു. അശ്റത്തുൽ മുബശ്ശറയിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹം. ഉമർ റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹവുമായി മറ്റൊരു ബന്ധം കൂടിയുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ആത്തിക്ക റളിയല്ലാഹു അൻഹയുടെ സഹോദരൻ കൂടിയായിരുന്നു സഈദ് റളിയല്ലാഹു അൻഹു. സഈദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ എത്തിയതിന് പിന്നിൽ ഒരു ദുആയുടെ കഥ കൂടിയുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവ് സെയ്ദ് വിഗ്രഹാരാധനയിൽ വിശ്വാസമില്ലാത്ത ഒരാളായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കൊണ്ടുവന്ന സത്യമതത്തെ അദ്ദേഹം അന്വേഷിച്ചു. ഒടുക്കം അദ്ദേഹം ഷാമിലെത്തി. അവിടെ വെച്ചുകൊണ്ട് ഒരു പുരോഹിതനോട് അദ്ദേഹം തന്റെ ആഗമന ഉദ്ദേശം അറിയിച്ചു. അത് കേട്ട പുരോഹിതൻ പറഞ്ഞു, താങ്കൾ അന്വേഷിക്കുന്ന യഥാർത്ഥ മതം ഇന്ന് കണ്ടെത്തുവാൻ കഴിയില്ല. ഇബ്രാഹിം നബിയുടെ ദീൻ പുതുക്കുന്ന ഒരു പ്രവാചകനെ താമസിയാതെ അള്ളാഹു താങ്കളുടെ നാട്ടിലേക്ക് അയക്കും. അതിനാൽ അദ്ദേഹത്തെ കണ്ടുമുട്ടിയാൽ അദ്ദേഹത്തെ പിന്തുടരുക. അങ്ങനെ അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങി. വഴിയിൽ വെച്ച് കവർച്ചക്കാർ അദ്ദേഹത്തെ പിടികൂടുകയും വധിക്കുകയും ചെയ്തു. മരണപ്പെടും മുമ്പ് അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു, അള്ളാഹുവെ, എനിക്ക് നീ നിഷേധിച്ച ഈ ഹൈറ് എന്റെ മകൻ സഈദിന് നീ നിഷേധിക്കരുതേ. ഈ പ്രാർത്ഥനയുടെ ഫലം കൂടിയായിരുന്നു സഈദ് റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാമിക പ്രവേശനം. ബദർ യുദ്ധം ഒഴികെയുള്ള എല്ലാ രംഗങ്ങളിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ബദർ യുദ്ധത്തിന്റെ അന്ന് അദ്ദേഹം മദീനയിൽ ഉണ്ടായിരുന്നില്ല. യർമൂക്ക് യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ മുന്നേറ്റം ശക്തമായിരുന്നു. ഹിജ്റ 51 അഖീഖ് എന്ന സ്ഥലത്ത് വെച്ച് അദ്ദേഹം വഫാത്തായി. ജന്നത്തുൽ ബഖയിലാണ് അദ്ദേഹത്തെ മറവ് ചെയ്തത്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരിയുടെ ഭർത്താവുമാണ്, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ആങ്ങളയുമാണ്, ആ ഭാര്യയുടെ സഹോദരനുമാണ്. രണ്ടു നിലക്കും ഉമർ റളിയല്ലാഹു അൻഹു അളിയൻ ആയിട്ടുള്ള സഈദ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു. നമ്മൾ നേരത്തെ പറഞ്ഞ സഅദ് ബിൻ അബി വക്കാസ്, ഇത് സഈദ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം അശ്റത്തുൽ മുബശ്ശറയിൽ നമ്മൾ ചർച്ച ചെയ്ത ആളാണ്. അദ്ദേഹത്തിന്റെ പിതാവ് സയ്യിദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം അന്നെന്തല്ല, അദ്ദേഹം വിഗ്രഹാരാധന ഒന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ഇങ്ങനെ ബിംബങ്ങൾ ആരാധിക്കുന്ന പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മതം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ടുവന്ന ഇസ്ലാമിക രീതി അന്വേഷിച്ചുകൊണ്ട് അദ്ദേഹം ഷാമിലെത്തി. പക്ഷെ അവിടെയുള്ള ഒരു പണ്ഡിതനോട് അദ്ദേഹം അന്വേഷിച്ചു. പണ്ഡിതൻ പറഞ്ഞു, ഇബ്രാഹിം നബി കൊണ്ടുവന്ന ഇസ്ലാമിക ദീനൊന്നും ഇപ്പൊ ഇവിടെ കാണാൻ കഴിയൂല, നിങ്ങൾക്ക് എന്ത് ചെയ്യാം,
അതിനെ തുടർന്ന് വരുന്ന ഒരു പ്രവാചകൻ നിങ്ങളുടെ നാട്ടിൽ വരും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങിയെങ്കിലും വഴിയിൽ വെച്ചുകൊണ്ട് നമ്മളെ സയ്യിദ് റളിയല്ലാഹുവിന്റെ ഉപ്പയായ സയ്യിദ് റളിയല്ലാഹുവിനെ എന്ത് ചെയ്തു? കവർച്ചക്കാർ ആക്രമിക്കുകയും അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തു. അപ്പൊ അദ്ദേഹം മരണപ്പെടുന്ന അവസാന സമയത്ത് അദ്ദേഹം പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. അതാണ് നമ്മൾ അഡ്ഡിക്ക്, അല്ലാഹുവേ എനിക്ക് നീ നിഷേധിച്ച ഈ ഹൈറ് എന്റെ മകൻ സയ്യിദിന് നിഷേധിക്കരുതേ. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന് ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം വന്നത്. പക്ഷെ അപ്പോത്തിന് അദ്ദേഹത്തിന്റെ മരണം അടുക്കുകയുണ്ടായി. അപ്പൊ അദ്ദേഹം മകന് എങ്കിലും ഇത് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് ആ പ്രാർത്ഥനയുടെ ഫലം കൂടിയായിരിക്കണം സയ്യിദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് പ്രവേശിച്ചത്. പിന്നെ സയ്യിദ് റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ മാത്രം പങ്കെടുക്കാത്തുള്ളൂ. അന്ന് അദ്ദേഹം നാട്ടില് മദീനയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ യർമൂക്ക് യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ മുന്നേറ്റം ശക്തമായിരുന്നു. ഹിജ്റ 51 അഖീഖ് എന്ന സ്ഥലത്ത് വെച്ചാണ് അദ്ദേഹം വഫാത്ത്. ജന്നത്തുൽ ബഖീലാണ് അദ്ദേഹത്തെ മറവ് ചെയ്തത്. ഇതിലെ ചോദ്യത്തിന് നോക്കാൻ പറ്റും. സയ്യിദ് റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും തമ്മിലുള്ള കുടുംബ ബന്ധങ്ങൾ എന്തെല്ലാം? പറയൂ. ഉമറിന്റെ ഭാര്യ ആത്തിക റളിയല്ലാഹുവിന്റെ സഹോദരൻ കൂടിയാണ് സയ്യിദ് റളിയല്ലാഹു. ഉമർ റളിയല്ലാഹുവിന്റെ ഭാര്യ ആത്തിക ബീവിയുടെ സഹോദരിയും അദ്ദേഹത്തിന്റെ സഹോദരിയുടെ ഭർത്താവും കൂടിയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയുടെ പേര് എന്ത്? ആത്തിക. അത് നമ്മളിവിടെ ഇതിൽ ഈ പാടത്തെ ഒരു മെയിൻ വിഷയമല്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാതെ പോയത് എന്നുള്ളതാണ് അവിടെ അങ്ങനെ ഒരു ചോദ്യം കൊടുത്ത്. ആത്തിക ആണ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര്. സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് ഷാമിലേക്ക് പോകാൻ കാരണം എന്ത്? ഇബ്രാഹിം നബി ഇബ്രാഹിം നബി അലൈഹി സ്വലാം കൊണ്ടുവന്ന മതത്തിനെ അന്വേഷിക്കാൻ അല്ലെ. ഇതൊക്കെ നമ്മളെ ഭാഷയിൽ നമുക്ക് അതേ വരുന്ന ഉത്തരം നമ്മൾ എഴുതിയാൽ മതി. ബുക്കിൽ അതേപോലെ തന്നെ ചിലപ്പോൾ എന്താവണമെന്നില്ല, എല്ലാവർക്കും അതേപോലെ കാണാൻ പഠിക്കാൻ അങ്ങനെ കഴിയണമെന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ ഭാഷയിലാക്കിയിട്ട് നമുക്ക് തിരിയുന്ന ഭാഷയിൽ അതിനെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് അത് എന്നാൽ മാറിപ്പോവുകയും ചെയ്യരുത്. ഷാമിൽ വെച്ച് അദ്ദേഹം ആരെയാണ് കണ്ടുമുട്ടിയത്? പുരോഹിതൻ, അതായത് ഒരു പണ്ഡിതൻ. പുരോഹിതൻ എന്ന് ഉദ്ദേശിക്കുന്ന ഒരു പണ്ഡിതനാണ്. പണ്ഡിതൻ എന്ന് പറഞ്ഞാലും മതി. സയ്യിദ് റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ പങ്കെടുത്തില്ല. കാരണം അന്ന് അദ്ദേഹം മദീനയില് ഉണ്ടായിരുന്നില്ല അല്ലേ? അദ്ദേഹം ഒന്ന് മദീനയിൽ ഉണ്ടായില്ല, കച്ചവടത്തിന് പോയതായിരുന്നു അല്ലേ? സയ്യിദ് റളിയല്ലാഹു അൻഹു വഫാത്തായത് എവിടെ വെച്ച്? അദ്ദേഹത്തിന്റെ ഖബർ എവിടെ? ഇത് ചേരുംപടി ചേർക്കാം. യർമൂക്ക്, ജന്നത്തുൽ ബഖീ, സയ്യിദ്, ഹിജ്റ 51 മുന്നേറ്റം. യർമൂക്കിലൂടെ മുന്നേറ്റം. ഷാം, സയ്യിദ്, ജന്നത്തുൽ ബഖീ, സയ്യിദ് അല്ലേ? വഫാത്ത് 51 അല്ലെ? ഖബർ ജന്നത്തുൽ ബഖീ അല്ലെ? ചിലപ്പോ അങ്ങനെയൊക്കെ ചേരുംപടി അല്ലെങ്കിൽ ബ്രാക്കറ്റിലൊക്കെ കൊടുക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി വെക്കുക. പിന്നെ 6ാമത്തെ പാഠം ഹവാരിജി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ വായിക്കുമ്പോ നിങ്ങൾ ബുക്കിൽ കൈ വെച്ച് നോക്കണ്ട. നിങ്ങൾ എല്ലാവരും കൈ വെക്കുന്നുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കണേ. നിങ്ങൾ ബുക്കിൽ ഇങ്ങനെ കൈ വെക്കണം. നിങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ പ്രവാചകന്മാർക്കും സ്വർഗത്തിൽ ഒരു ഹവാരി അഥവാ വിശ്വസ്ത സഹചാരി ഉണ്ടായിരിക്കും. അതായത് ഒരു ബെസ്റ്റി, നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. ഹവാരി എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ഫ്രണ്ട്. എന്നാൽ നമ്മുടെ നബിയുടെ സ്വർഗത്തിലെ സഹചാരി ആരായിരിക്കും? അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു ആയിരിക്കും. അശ്റത്തുൽ മുബശ്ശറയിൽപ്പെട്ട അദ്ദേഹം നബിയുടെ അമ്മായി സഫിയ ബീവി റളിയല്ലാഹു അൻഹയുടെ മകനാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ അസ്മാ ബീവി ആയിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ. മുഹാജിറുകൾക്ക് മദീനയിൽ ആദ്യമായി ജനിച്ച കുട്ടിയായ അബ്ദുള്ള ഇവരുടെ മകനായിരുന്നു. ബനു അസദ് കുടുംബാംഗമായ അദ്ദേഹം 15ാം വയസ്സിലായിരുന്നു ഇസ്ലാം സ്വീകരിച്ചത്. ഹബശ, മദീന, ഹിജ്റകളിലും എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ഇസ്ലാമിന് വേണ്ടി ആദ്യമായി വാള് ഊരിയ വ്യക്തി അദ്ദേഹമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരോ വധിച്ചു എന്ന് കേട്ടപ്പോയായിരുന്നു അത്. ഖന്തക് യുദ്ധത്തിന്റെ അന്ന് ശത്രുക്കളുടെ നീക്കങ്ങൾ അറിയാൻ അദ്ദേഹമാണ് പോകാൻ ധൈര്യം കാണിച്ചത്.
വളരെ ഭീതി നിറഞ്ഞ സാഹചര്യമായിരുന്നു അത്. ആരും ഭയന്നു പോകുന്ന ആ സാഹചര്യത്തിൽ അത് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നത് നബി തങ്ങൾക്ക് വലിയ ഇഷ്ടമായി. അപ്പോഴായിരുന്നു നബി തങ്ങൾ സുബൈർ എന്റെ ഹവാരിയാണെന്ന് പറഞ്ഞത്. യർമൂക്ക് യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ മുന്നേറ്റം ശത്രുക്കളെ അമ്പരപ്പിക്കുന്നതായിരുന്നു. ജമൽ യുദ്ധത്തിൽ അലി റളിയല്ലാഹു അൻഹുവിനെതിരെ അദ്ദേഹം യുദ്ധത്തിന് വന്നു. അത് കണ്ട് അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വിളിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. അതോടെ അദ്ദേഹം യുദ്ധത്തിൽ നിന്ന് പിന്മാറി മദീനയിലേക്ക് മടങ്ങി. അംറുബിന് ജർമൂസ് എന്ന ഒരാൾ അദ്ദേഹത്തെ വാദി സിബ എന്ന സ്ഥലത്ത് വെച്ച് കാണുകയും കൊലപ്പെടുത്തുകയും ചെയ്തു. ഹിജ്റ 36-ലായിരുന്നു ഇത്. 64-ാമത്തെ വയസ്സിലായിരുന്നു മരണം. ബസ്രയിലാണ് അദ്ദേഹത്തിന്റെ ഖബറ്. അതാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ട കൂട്ടുകാരൻ, നബി എന്റെ ഹവാരി എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് സുബൈർ ഇബ്നു അവ്വാം. അദ്ദേഹവും നമ്മുടെ അശ്റത്തുൽ മുബശ്ശിറയിൽ പെട്ട ആളന്നെ. നബിയുടെ അമ്മായി ആയിട്ടുള്ള സഫിയ ബീവിന്റെ മകനും കൂടിയാണ് അദ്ദേഹം. നബിന്റെ അമ്മായിന്റെ മോനാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകൾ അസ്മാ ബീവി അദ്ദേഹത്തിന്റെ ഭാര്യ. അതായത് ഈ സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ അസ്മാ ബീവിയുമാണ്. മുഹാജിറുകൾക്ക് മദീനയിൽ ആദ്യമായി ജനിച്ച ഒരു സന്താനം, ഒരു കുട്ടിയാണ് ഇദ്ദേഹം. ആദ്യമായി നബി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ അവിടെ മുഹാജിറുകൾക്ക്, അതായത് നബിന്റെ കൂടെ പോയ ആൾക്കാർക്ക് ആദ്യം അവിടെ ജനിച്ചൊരു കുട്ടി എന്നുള്ള പ്രത്യേകത കൂടി നമ്മുടെ സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹുവിനുണ്ട്. സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മകൻ അബ്ദുള്ള എന്നത്. ഇദ്ദേഹത്തിനാണ് കുട്ടി ഉണ്ടായത് അല്ലെ. അദ്ദേഹത്തിന്റെ മകൻ അബ്ദുള്ളയാണ് അവിടെ ആദ്യമായിട്ട് ജനിച്ചത്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഇസ്ലാം സ്വീകരിച്ചു. അതായത് 15-ാം വയസ്സിൽ തന്നെ ഇസ്ലാം സ്വീകരിച്ചു അദ്ദേഹം. ബനു അസദാണ് അദ്ദേഹത്തിന്റെ കുടുംബം. അതുപോലെ ഹബശ, മദീന ഹിജ്റകളിലും, ഈ ഹിജ്റകളിലൊക്കെ അദ്ദേഹം ഹബശ ഹിജ്റ അല്ലെ, നേരത്തെ ഉള്ള 4-ാം ക്ലാസ്സിലൊക്കെ പഠിച്ച ഹിജ്റ, ആദ്യത്തെ ഹിജ്റ, അതേപോലെ മദീന ഹിജ്റ, ഇതിലൊക്കെ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അതേപോലെ എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അതേപോലെ അദ്ദേഹത്തിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഇസ്ലാമിന് വേണ്ടി ആദ്യമായി വാളൂരിയ എന്ന ഒരു മഹത്വം കൂടി അദ്ദേഹത്തിനുണ്ട്. നബിയെ ആരോ വധിച്ചു എന്ന് കേട്ടപ്പോയായിരുന്നു ഇത്. ഒരു യുദ്ധത്തിൽ വെച്ചിട്ട് നബി ആരോ വധിച്ചു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ വാളൂരി, ഇസ്ലാമിന് വേണ്ടി ആദ്യമായി വാളൂരി. അതേപോലെ ഹന്തക് യുദ്ധത്തിന്റെ അദ്ദേഹത്തിന്റെ ശത്രുക്കൾ നീക്കങ്ങൾ അറിയാൻ അദ്ദേഹം പോകാൻ ധൈര്യം കാണിച്ചു. ഹന്തക് യുദ്ധത്തില് അന്ന് ശത്രുക്കളുടെ നീക്കങ്ങളൊക്കെ അറിയാൻ വേണ്ടി പോയത് ഇദ്ദേഹമായിരുന്നു. അതൊക്കെ വലിയൊരു ധൈര്യം കാണിച്ചു. വളരെ എല്ലാവരും പോകാൻ വേണ്ടി പേടിക്കുന്ന ആ സമയത്ത് അദ്ദേഹത്തിന്റെ ധൈര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെയധികം വലിയ ഇഷ്ടമാവുകയാണ് ഉണ്ടായത്. അത് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം മുന്നോട്ട് പോയി. അപ്പോഴായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു, എന്റെ ഹവാരി അത് ആരാണ്, സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു അദ്ദേഹമാണ് എന്ന് നബി പറയാനുണ്ടായ പ്രത്യേക സാഹചര്യം കൂടി അതായി. അതേപോലെ തന്നെ യർമൂക്ക് യുദ്ധത്തിൽ, ഖന്തക് യുദ്ധത്തിൽ അദ്ദേഹം ഇത്തരം ധീരമായ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു. അതേപോലെ യർമൂക്ക് യുദ്ധത്തിലും അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ മുന്നേറ്റം വളരെ ശക്തമായിരുന്നു. ശത്രുക്കളെ അമ്പരിപ്പിക്കുന്ന മുന്നേറ്റമായിരുന്നു. അതേപോലെ തന്നെ ജമൽ യുദ്ധത്തിലും അലി റളിയല്ലാഹുവിനെതിരെ അദ്ദേഹം യുദ്ധത്തിന് വന്നു. ജമൽ യുദ്ധം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം നടന്ന ജമൽ യുദ്ധം, അതിൽ അദ്ദേഹം അലി റളിയല്ലാഹുവിനെതിരെ അദ്ദേഹം വന്നിരുന്നു. അത് കണ്ട് അലി റളിയല്ലാഹു അദ്ദേഹത്തെ വിളിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. അതോടെ അദ്ദേഹത്തിൽ നിന്ന് പിന്മാറി മദീനയിലേക്ക് മടങ്ങുകയും ചെയ്തു. ആദ്യം അദ്ദേഹം തെറ്റിദ്ധരിച്ചു, മുആവിയ റളിയല്ലാഹുവിന്റെ പക്ഷത്ത് ചേർന്ന് അലി റളിയല്ലാഹുവിനെതിരെ വന്ന റളിയല്ലാഹു ഉപദേശിച്ചു, അത് പിന്മാറി. അതുപോലെ അംറുബ്നു ജർമൂസ് എന്ന ഒരാളെ അദ്ദേഹത്തിന് വാദിസിബ എന്ന സ്ഥലത്ത് വെച്ച് കാണുകയും കൊലപ്പെടുത്തുകയും ചെയ്തു. അദ്ദേഹത്തിനെ കൊലപ്പെടുത്തിയാണ് അംറുബ്നു ജർമൂസ്. ഹിജ്റ 36-ലായിരുന്നു അദ്ദേഹത്തിന്റെ മരണം. 64 വയസ്സായിരുന്നു. ബസ്രയിലാണ് അദ്ദേഹത്തിന് ഖബർസ്ഥാൻ. ഇതിലെ ചോദ്യത്തിൽ നമുക്ക് നോക്കാം, ഹവാരി എന്നാൽ എന്ത്? ഉറ്റ സഹോദരൻ അല്ലെ, വിശ്വസ്ത സഹചാരി, അല്ലെങ്കിൽ ഉറ്റ കൂട്ടുകാരൻ എന്നൊക്കെ പറയുന്നത്. ബുക്കിൽ പറഞ്ഞ് വിശ്വസ്ത സഹചാരി. സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് ആരാ? നബിയുടെ അമ്മായി സഫിയ റളിയല്ലാഹു അൻഹ. നബിയുടെ അമ്മായി സഫിയ ബീവി. സഫിയ ബീവി എന്ന് പറഞ്ഞാലും മതി.
സുബൈർ റളിയല്ലാഹുവിന്റെ മകന്റെ പേരെന്താ? അബ്ദുള്ള. അത് നമ്മൾ പ്രത്യേകം ഇവിടുന്ന് മനസ്സിലാക്കി എടുക്കേണ്ടതാണ്. കാരണം ഇച്ചിര പോയിന്റ് വെച്ച് ഫസ്റ്റ് ഉണ്ടായ കുട്ടി അതാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കണം അത് സുബൈർ അദ്ദേഹത്തിന്റെ മകനാണ്. ഇസ്ലാം സ്വീകരിക്കുമ്പോൾ സുബൈർ റളിയല്ലാഹുവിന്റെ പ്രായം എത്രയായിരുന്നു? 15. 15 വയസ്സ്. വേറെ നേരത്തെ 17 വയസ്സുണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നു. അതാരായിരുന്നു? 17 വയസ്സ് ഇസ്ലാം സ്വീകരിക്കുമ്പോ 17 വയസ്സുള്ള ആരായിരുന്നു? സഅദ് റളിയല്ലാഹു സഅദ് റളിയല്ലാഹു അല്ലേ? പക്ഷെ ഈ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുമ്പോ 15 വയസ്സ്. ഖന്തക് യുദ്ധത്തിന്റെ അന്ന് ശത്രു നീക്കങ്ങൾ അറിയുവാൻ പോയത് ആര്? സുബൈർ റളിയല്ലാഹു. സുബൈർ റളിയല്ലാഹു. സുബൈർ റളിയല്ലാഹു അൻഹു വഫാത്തായത് ഏത് വർഷത്തിൽ? ഹിജ്റ 36. ഏഴാമത്തെ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകൻ ആര്? അതായത് ഘാതകൻ എന്ന് പറഞ്ഞാൽ കൊന്നത്, വധിച്ചത് ആരാണെന്നുള്ള അർത്ഥം. മരണപ്പെടുമ്പോൾ സുബൈർ റളിയല്ലാഹുവിന്റെ പ്രായം എത്ര വയസ്സ്? 64. അടുത്തത് നമുക്ക് പിന്നെ സ്വർഗം ഉറപ്പാക്കിയ മഹാൻ അല്ലെ? ഏഴാമത്തെ പാഠം സ്വർഗം ഉറപ്പാക്കിയ മഹാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭീഷണി നേരിട്ടത് എപ്പോഴായിരുന്നു? സംശയമില്ല, അത് ഉഹുദ് യുദ്ധത്തിലായിരുന്നു. മുസ്ലിങ്ങൾ ജബൽ റുമാത്ത് എന്ന കുന്നിൽ നിന്ന് നബിയുടെ സമ്മതം കിട്ടുന്നതിന്റെ മുമ്പ് ഇറങ്ങിയതോടെ ശത്രുക്കൾ ആ വഴിക്ക് വരികയും കനത്ത യുദ്ധം തുടങ്ങുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെറും 12 പേരോടുകൂടി യുദ്ധമുഖത്ത് ഒറ്റപ്പെട്ടു. വേണ്ടി കടുപ്പോരാട്ടം നടത്തിയത് അത് ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ബനൂതൈം കുടുംബാംഗമായ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിലൂടെയായിരുന്നു ഇസ്ലാമിലെത്തിയത്. ഇസ്ലാമിൽ പ്രവേശിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും നൗഫൽ ബിൻ ഖുവൈലിദ് ഒരു കയറിൽ കൂട്ടിക്കെട്ടിയിരുന്നു. ഒരു വ്യാപാരിയായിരുന്ന ത്വൽഹ റളിയല്ലാഹു അൻഹു വലിയ ദാനശീലനായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിന് ഹദർമൗത്തിൽ നിന്നും 70,000 ദിർഹം വന്നു ചേരുകയുണ്ടായി. നേരം പുലർന്നപ്പോൾ അദ്ദേഹം അതെല്ലാം ദരിദ്രന്മാർക്ക് വിതരണം ചെയ്തു. കച്ചവടത്തിനായി ഷാമിൽ പോയിരുന്നതിനാൽ ബദർ യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുത്തില്ല. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പോരാട്ടം ഉഹുദിലേത് തന്നെയായിരുന്നു. ആ ദിവസം മുഴുവനും ത്വൽഹയുടേത് ആയിരുന്നു എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു എപ്പോഴും പറയുമായിരുന്നു. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉയരമുള്ള ഒരു പാറയിലേക്ക് കയറുവാൻ വേണ്ടി അദ്ദേഹം ഇരുന്നു കൊടുക്കുകയുണ്ടായി. അത് കണ്ട് സന്തുഷ്ടനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഔജബ ത്വൽഹ റളിയല്ലാഹു അൻഹു, ത്വൽഹ സ്വർഗ്ഗം ഉറപ്പാക്കി എന്നാണ് അതിന്റെ അർത്ഥം. ഹിജ്റ 36 ജുമാദുൽ ഉഖറ 25 ജമൽ യുദ്ധത്തിൽ അദ്ദേഹം വഫാത്തായി. 64 വയസ്സായിരുന്നു പ്രായം. ബസ്രയിലാണ് അദ്ദേഹത്തിന്റെ ഖബറ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പാഠം അല്ലെ? നമ്മുടെ സ്വർഗാവകാശികൾപ്പെട്ട അശ്റത്തുൽ ബശ്റയിൽപ്പെട്ട ത്വൽഹ റളിയല്ലാഹു ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ത്വൽഹ റളിയല്ലാഹു. നബിന്റെ കൂടെ അന്ന് 12 പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറും 12 പേരോട് കൂടി യുദ്ധമുഖത്ത് ഒറ്റപ്പെട്ട് നിൽക്കുമ്പോഴായിരുന്നു നബി തങ്ങൾക്ക് വേണ്ടി ത്വൽഹ റളിയല്ലാഹു പോരാട്ടം നടത്തി. ബനൂതൈം കുടുംബക്കാരനാണ് അദ്ദേഹം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലൂടെയാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് എത്തിയത്. ഇസ്ലാം പ്രവേശിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും നൗഫൽ ബിൻ ഖുവൈലിദ് എന്ന ചങ്ങാതി ഒരു കയറിൽ കൂട്ടിക്കെട്ടി. പിന്നെ ഒരു വ്യാപാരിയായിരുന്നു, ഒരു മെർച്ചന്റ്, ഒരു നല്ല കച്ചവടക്കാരനായിരുന്നു ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ പൈസ മുഴുവനും ദാനം ചെയ്യുന്ന ദാനശീലനായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഹദർമൗത്തിൽ നിന്ന് 70,000 ദിർഹം വന്നു ചേരുകയാണ്. അദ്ദേഹത്തിന്റെ കച്ചവടത്തിന്റെ ലാഭമായിരിക്കാം. 70,000 രൂപ അദ്ദേഹത്തിന് കിട്ടി. പക്ഷേ നേരം പുറത്തപ്പോയേക്കും അദ്ദേഹം അത് മുഴുവനും ദരിദ്രന്മാർക്ക് വിതരണം ചെയ്തു. കച്ചവടത്തിനായി ഷാമിൽ പോയിരുന്നതിനാൽ ബദർ യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല.
അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പോരാട്ടം ഉഹുദിലെ തന്നെ. ഉഹുദിലാണ് അദ്ദേഹം ഏറ്റവും മെയിനായിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നത്. ആ ദിവസം മുഴുവനും ത്വലഹയുടേതായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. എന്താണത്? ഉഹുദ് മുഴുവനും, ഉഹുദ് യുദ്ധത്തെ മുഴുവനും അത് ത്വലഹയ്ക്ക് അവകാശപ്പെട്ടതാണ്. ത്വലഹയാണ് അന്ന് മെയിനായിട്ട് അവിടെ ഹൈലൈറ്റ് ചെയ്തതെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അന്ന് ഉഹുദ് യുദ്ധത്തിൽ ഒരു ഉയരമുള്ള പാറയിലേക്ക് കയറുവാൻ വേണ്ടി അദ്ദേഹം ഇരുന്ന് നബിനെ ഷോൾഡറിൽ കയറ്റി സഹായിച്ചു. അത് കണ്ട് സന്തുഷ്ടനായിട്ടാണ് നബി പറഞ്ഞു പോയി, ഔജബ ത്വൽഹ, ത്വൽഹ സ്വർഗം നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് നബി തങ്ങൾ അന്ന് പറയുകയുണ്ടായി. ഹിജ്റ 36 ജുമാദുൽ ഉഖറ 25 ജമൽ യുദ്ധത്തിൽ അദ്ദേഹം വഫാത്തായി. അന്ന് 64 വയസ്സാണ് അദ്ദേഹം. ബസറയിലാണ് അദ്ദേഹത്തിന്റെ ഖബർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള പാഠം. അപ്പൊ ചോദിച്ചു നോക്കാം, ഉഹുദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കൊപ്പം എത്ര പേരുണ്ടായിരുന്നു? എത്ര പേരാണ് ഉണ്ടായത്? 12 പേര്. 12. എല്ലാരും പറയില്ലേ ഉത്തരം? ത്വൽഹ റളിയല്ലാഹു അൻഹു ഏത് കുടുംബാംഗമായിരുന്നു? ബനു തൈം. ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേര് ത്വൽഹ റളിയല്ലാഹു അൻഹു ഉപദ്രവിച്ചത് ആരാ? നൗഫൽ ഇബ്നു ഹുവൈലിദ്. നൗഫൽ ഇബ്നു ഹുവൈലിദ്. ത്വൽഹ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ പങ്കെടുത്തില്ല. കാരണം കച്ചവടത്തിനായി ഷാമിൽ പോയിരുന്നതിനാൽ ബദർ യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുത്തില്ല. അദ്ദേഹം ഷാമിൽ പോയതായി. ത്വൽഹ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടത് ഏത് വർഷം? ഹിജ്റ 36 ജുമാദുൽ ഉഖറ 25 ജമൽ യുദ്ധത്തിൽ അദ്ദേഹം വഫാത്തായി. മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന് എത്ര വയസ്സായിരുന്നു? 64. എവിടെയാണ് ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ? ബസ്രയിൽ. ബസ്രയിലാണ് അദ്ദേഹത്തിന്റെ ഖബർ. നമുക്ക് അടുത്ത പാഠം കൂടി നോക്കാം. 8ാമത്തെ പാഠം. പിതാവിനും വിശ്വാസത്തിനും ഇടയിൽ. ബദർ യുദ്ധത്തിൽ വലിയ പോരാട്ടം നടത്തി മുന്നേറുകയാണ് ഒരു സഹാബി. ശത്രുക്കൾ അദ്ദേഹത്തിന്റെ കരുത്തും ശക്തിയും കണ്ട് അമ്പരന്ന് നിൽക്കുകയാണ്. അതിനിടയിൽ അദ്ദേഹത്തിന്റെ മുന്നിൽ ശത്രുപക്ഷത്തു നിന്നുള്ള ഒരാൾ വന്നുപെട്ടു. ആ സ്വഹാബി അദ്ദേഹത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി. പക്ഷെ അങ്ങോട്ട് തിരിഞ്ഞാലും അവിടെ അയാൾ ആ സ്വഹാബിയുടെ മുന്നിൽ വരികയായി. അവസാനം അദ്ദേഹം ആ ശത്രുവിനെ വെട്ടി വീഴ്ത്തുക തന്നെ ചെയ്തു. ആരായിരുന്നു ആ സ്വഹാബി? ആരായിരുന്നു അദ്ദേഹം വധിച്ചത് എന്നറിയാമോ? അബൂ ഉബൈദ എന്ന ആമിർ ഇബ്നു ജറാഹ് റളിയല്ലാഹു അൻഹു ആയിരുന്നു അത്. അദ്ദേഹം വധിച്ചത് സ്വന്തം പിതാവിനെയായിരുന്നു. മുശ്രിക്കായ പിതാവിനേക്കാൾ തന്റെ വിശ്വാസത്തിന് മുൻതൂക്കം നൽകുകയായിരുന്നു അദ്ദേഹം. ഉഹുദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവിളിൽ പടയങ്കിയുടെ 2 കണ്ണികൾ ആണ്ടുപോവുകയുണ്ടായി. അവയിൽ ഒന്ന് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു തന്റെ മുൻപല്ല് കൊണ്ട് കടിച്ചെടുക്കുകയുണ്ടായി. ആ മുൻപല്ല് പൊട്ടിപ്പോയി. മറ്റൊരു മുൻപല്ല് കൊണ്ട് മറ്റേ കണ്ണിയും അദ്ദേഹം കടിച്ചെടുത്തു. ആ പല്ലും പൊട്ടിപ്പോയി. എന്നിട്ടും ജനങ്ങളിൽ വെച്ച് ഏറ്റവും അഴകുള്ള ആളായിരുന്നു അദ്ദേഹം. ഈ ഉമ്മത്തിൽ വിശ്വസ്തൻ, അതായത് അമീൻ ഹാദിഹിൽ ഉമ്മ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ച അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിലൂടെ ഇസ്ലാമിലെത്തിയ ഒരാളാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഷാമിലാകെ പടർന്നു പിടിച്ച പ്ലേഗ് അഥവാ തഊൻ രോഗം അദ്ദേഹത്തെയും പിടികൂടി. അതിനെ തുടർന്ന് ഹിജ്റ 18 ജോർദാനിലെ ബൈസാനിൽ വെച്ച് അദ്ദേഹം വഫാത്തായി. ഹിജ്റ 57 വെച്ച് അദ്ദേഹം വഫാത്തായി. 58 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. അപ്പൊ അതാണ് നമ്മുടെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു വളരെയധികം പോരാട്ടം നടത്തി ബദർ യുദ്ധത്തിൽ സ്വന്തം പിതാവിനെ വധിക്കേണ്ടി വന്നു. പിതാവ് മുശ്രിക്കായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം വധിച്ചത്. മുശ്രിക്കായ ആ പിതാവ് മാത്രമല്ല, അദ്ദേഹം ഒരുപാട് ഒഴിഞ്ഞു മാറാൻ നോക്കി. പക്ഷെ പിതാവ് വീണ്ടും അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ പിതാവിന് അദ്ദേഹത്തിന് വെട്ടേണ്ടി വന്നു. അങ്ങനെ അദ്ദേഹം വെട്ടി. ഉഹുദ് യുദ്ധത്തിൽ നബിയുടെ കവിളിൽ പടയങ്കിയുടെ 2 കണ്ണികൾ ആണ്ടുപോയിണ്ടായി. അതില് ഒന്ന് അദ്ദേഹം തന്റെ മുമ്പല്ല് കൊണ്ട് കടിച്ചെടുത്തു. പക്ഷെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ പല്ല് പൊട്ടിപ്പോയി. മറ്റേ പടയങ്കി അദ്ദേഹം പറിച്ചെടുത്തു. അങ്ങനെ അദ്ദേഹത്തിന് 2 മുമ്പല്ല് പൊട്ടി. നബിയുടെ ആ പടയങ്കി പറിച്ചെടുക്കുകയും ചെയ്തു. എന്നാലും ഏറ്റവും നല്ല അഴകുള്ള, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, നല്ല ഗ്ലാമർ ഉള്ള ആളായിരുന്നു അദ്ദേഹം എന്നാണ് പറയപ്പെടുന്നത്. അതേപോലെ വിശ്വസ്തൻ,
അമീനു ആദിൽ ഉമ്മ എന്ന സ്ഥാനപ്പേരുള്ള ഒരാൾ. അതാണ് നമുക്ക് ഇവിടെ പ്രത്യേകത മനസ്സിലാക്കാൻ വിശ്വസ്തൻ. അമീനു ആദിൽ ഉമ്മ ആരാന്ന് ചോദിച്ചാൽ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പറഞ്ഞ ത്വൽഹാനെ പോലെ തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാമിലേക്ക്. അപ്പൊ ചിലപ്പോൾ ഇങ്ങനെ ചോദിച്ചാവും, അബൂബക്കർ റളിയല്ലാഹു അൻഹു വഴി ഇസ്ലാമിലേക്ക് വന്ന രണ്ടാളുകൾ ആരൊക്കെ? ത്വൽഹാ റളിയല്ലാഹു അൻഹു, അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. അങ്ങനെ ചോദ്യം പ്രതീക്ഷിക്കാം. അതേപോലെ ഉമർ റളിയല്ലാഹു അൻഹു ഭരണകാലത്ത് ഷാമിലാകെ പടർന്നു പിടിച്ച പ്ലേഗ്, താവൂൻ എന്ന് പറയും. ഈ പ്ലേഗ് എന്ന് മനസ്സിലാക്കുക, ഈ താവൂൻ അറബിയിൽ പറഞ്ഞ ആ രോഗം ഇദ്ദേഹത്തിനെ പിടികൂടി. അദ്ദേഹം ഹിജ്റ 18 ജോർദാനിലെ ബൈസാനിൽ വെച്ച് അദ്ദേഹം വഫാത്തായി. 58 വയസ്സായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. നമുക്ക് ചോദിച്ചത് നോക്കാം. അമീനു ഹാദിൽ ഉമ്മ എന്ന് നബി തങ്ങൾ വിശേഷിപ്പിച്ചത് ആരെ? അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. അബൂ ഉബൈദ റളിയല്ലാഹു. അബൂ ഉബൈദ റളിയല്ലാഹുവിന്റെ പേരെന്ത്? അബൂ ഉബൈദ ആമിർ ബിൻ ജറാഹ്. ആമിർ ബിൻ ജറാഹ് അല്ലേ? അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആമിർ ബിൻ ജറാഹ്. ഹലോ, ഏത് യുദ്ധത്തിലാണ് അദ്ദേഹം സ്വന്തം പിതാവിനെ വധിച്ചത്? ബദർ യുദ്ധം. അബൂ ഉബൈദ റളിയല്ലാഹുവിന്റെ മരണകാരണം എന്തായിരുന്നു? ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് ഷാമിലൊക്കെ പടർന്നു പിടിച്ച പ്ലേഗ് രോഗം അദ്ദേഹത്തെ പിടികൂടി. ഷാമിലാകെ പടർന്നു പിടിച്ച പ്ലേഗ് രോഗം എന്നൊക്കെ പറഞ്ഞാൽ 2 മാസത്തിലൊക്കെ ആണെങ്കിൽ പ്ലേഗ് രോഗം അദ്ദേഹത്തെയും പിടികൂടി എന്നൊക്കെ പറഞ്ഞാലും മതി. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു വഫാത്തായത് എവിടെ വെച്ച്? ജോർദാനിലെ ബൈസാൻ. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു വഫാത്തായത് ഏത് വർഷം? ഹിജ്റ 18. ഇതിൽ ചേരുമ്പടി ചേർക്കാം. ആമിർ ബിൻ ജറാഹ്, ഹിജ്റ 18, ഷാം, ഇസ്ലാം. യഥാർത്ഥ പേര്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇസ്ലാം. ഇസ്ലാം. അതെ. ത്വാഊൻ ഷാം അല്ലെ? ഷാമിലാണ് ത്വാഊൻ ഉണ്ടായത്. മരണം ഹിജ്റ 18. ഹിജ്റ 18 അല്ലേ? അപ്പൊ നമ്മൾ ഇൻഷാ അല്ലാഹ് 8 പാഠം നമ്മൾ റിവിഷൻ നടത്തി. ബാക്കി 21 പാഠം ബാക്കി നമുക്ക് 21 പാഠമാണ് ആകെയുള്ളത്. ബാക്കി പാഠം കൂടി ഇതേപോലെ എന്ത് ചെയ്യും, നമ്മള് നാളത്തെ ക്ലാസ് കൂടി നമുക്ക് ഈ 21 പാഠം കംപ്ലീറ്റ് ചെയ്യണം റിവിഷൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നിലവിഞ്ഞാന്നൊക്കെ നിങ്ങൾ പിന്നെ ദുറൂസിൽ നടത്തിയ പോലെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വൈസ്ഡ് ആയിട്ടുള്ള ചർച്ചകൾ നടത്തണം. അതിനൊരു ഓട്ടം പെട്ടെന്ന് ഒരു റിവിഷനാണ് ഇപ്പോൾ നടത്തിയത്. ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നമ്മൾ ചർച്ച ചെയ്യും. ഒരു ക്ലാസ്സോടുകൂടി നമുക്ക് എന്ത് ചെയ്യണം, ഇത് പൂർത്തിയാക്കണം. ഈ റിവിഷൻ പൂർത്തിയാക്കണം. ഒന്നും കൂടെ നിങ്ങളുടെ ഓർമ്മയിലേക്ക് പാഠഭാഗം വരാൻ കൂടിയിട്ടാണ് ഇതിങ്ങനെ വായിച്ചു പോയത്. നിങ്ങൾക്ക് പിന്നെ അത് ഉപകാരപ്പെടുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അതല്ല നിങ്ങൾക്ക് ഈ രീതി നിങ്ങൾക്ക് മനസ്സിലാവാത്ത അല്ല എന്തെങ്കിലും ഇങ്ങനെയല്ല വേണ്ടത്, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ നമ്മളെ ഉസ്താദ് മുഹമ്മദ് അലി സാറെ ഒക്കെ നിങ്ങൾക്ക് വിവരം അറിയിക്കാം. ഇൻഷാ അല്ലാഹ് അതിനനുസരിച്ചൊക്കെ നമുക്ക് മുന്നോട്ട് പോവാം. അല്ലെങ്കിൽ നമുക്ക് ഈ രൂപത്തിൽ തന്നെ പോവുകയും ചെയ്യാം. അല്ലാഹു തആല അതൊക്കെ ഈ പറയപ്പെട്ട അശ്റത്തുൽ മുബശ്ശിർ മഹാന്മാരൊക്കെ ഹഖ് ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല ഇരു ലോകത്തും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളുടെ പരീക്ഷയിലും പരീക്ഷണങ്ങളിലും എല്ലാം നീ വിജയിപ്പിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് നീ വിജയം നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ പരീക്ഷയിലും പരീക്ഷണങ്ങളിലും ഞങ്ങൾ രക്ഷപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അടിയുറച്ച് ഈമാനോടുകൂടി മരിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. ആമീൻ ആമീൻ റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. ഒന്ന് നിർത്തിയല്ലേ? അൽഹംദുലില്ലാ. മക്കളെ നിങ്ങളെ അഭിപ്രായം പറഞ്ഞാൽ ക്ലാസ് എങ്ങനെയുണ്ട് ഉസ്താദിന്റെ? സൂപ്പറാണ്. സൂപ്പർ ക്ലാസ് അല്ലേ? എനിക്ക് ഉസ്താദിനെ വല്ലാത്ത, എല്ലാ ഉസ്താദ്മാരും എല്ലാവരും നമ്മൾ ബഹുമാനിക്കും. ഈ ഉസ്താദിനെ ഇർഷാദ് ഉസ്താദിനൊക്കെ വല്ലാത്തൊരു ബഹുമാനമാണ്. കാരണം നിങ്ങൾ ഒരു 4-5 കുട്ടികൾ മാത്രം പൈസ അടിച്ചപ്പോൾ നമുക്ക് നിർത്തല്ലേ ചോദിച്ചപ്പോൾ ഉസ്താദ് പ്രത്യേകം പറഞ്ഞാൽ നിർത്തേണ്ട, ഒരു കുട്ടി ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് എടുത്ത് കൊടുക്കാം എന്നാ പറഞ്ഞത്. പൈസ ഒന്നും നോക്കേണ്ടത് ഹിദമത്താണെന്നുള്ള രീതിയിൽ തന്നെയാണ് ഉസ്താദ് വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നല്ല ഉസ്താദ് ആയതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ, നിങ്ങൾ ചങ്ങായിമാരോട് വിവരം പറയണം. കുറെ ആളുണ്ടെങ്കിൽ ഉസ്താദ് നല്ല സമാധാനം ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങളിങ്ങനെ മറുപടി പറയുമ്പോ. ഇപ്പൊ താരീഖിൽ എത്ര പെട്ടെന്നാണ് പാഠഭാഗം എടുത്തു അല്ലേ? അൽഹംദുലില്ലാ. നല്ല ഉസ്താദ്. ഇഷ്ടായി? നിങ്ങൾക്കോ? നല്ല ഇഷ്ടായി. നല്ല ഇഷ്ടായി. ഇൻഷാ അല്ലാഹ്.
ഉസ്താദ് സലാത്തല്ലിക്കാൻ തിരിയല്ലേ? നാളെ എപ്പോഴാ ഉസ്താദ് ഇൻഷാ അല്ലാ. ഉസ്താദിന് എപ്പോഴാ സമയം ഒഴിവുണ്ടാവുക? നാളെ നമുക്ക് ആ ഈ സമയത്ത് തന്നെ ആക്കാം ഇൻഷാ അല്ലാ. 7 മണിക്ക് ഉസ്താദ് എത്തുമല്ലോ. ഇൻഷാ അല്ലാ. അതായത് മക്കൾക്ക് പിന്നെ സ്കൂളിലെ ദിവസമാണ് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു അല്ലെ? അങ്ങനെ പറഞ്ഞ മക്കളെ? സ്കൂളിലെ ദിവസം എത്തുമ്പോൾ ഈ നേരം ആകും. അതുകൊണ്ടാണെന്ന് പറഞ്ഞു. നമുക്ക് ഈ സമയത്ത് തന്നെ